നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി വികൃതി കാണിക്കുകയോ ഒച്ച വയ്ക്കുകയോ ചെയ്താൽ ടീച്ചർമാർ എഴുന്നേൽപ്പിച്ച് ചേർത്തും കൈ നീട്ടി നോട്ട് കയ്യിലടിക്കും. ഈ കയ്യിലടിക്കുന്ന ഈ കുട്ടിയെ ശിക്ഷിക്കലല്ല, അവിടെ ഇരിക്കുന്ന മറ്റു കുട്ടികൾക്കുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾ ബഹളം വയ്ക്കരുത്, നിങ്ങൾ ബഹളം വെച്ച ഇതുപോലെ അടി കൊള്ളും എന്ന് പറയുന്നതാണ്. സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഹാരിസിറക്കിൽ ഒരു വിസിൽ ബ്ലോവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സർക്കാരിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളോ രാഷ്ട്രീയമായ കാരണങ്ങളാൽ സർക്കാരിനെ എതിർക്കുന്ന ഒരാളോ സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ഒരാളോ അല്ല എന്ന് സർക്കാരിനെ നയിക്കുന്നവർക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അതായത് സിസ്റ്റത്തിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ സർക്കാരിന് നാണക്കേടായി. നാണക്കേടാകുമ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് ആദ്യം വീണ ജോർജ് സ്വീകരിച്ചത്. പക്ഷെ മുഖ്യമന്ത്രി വേറൊരു നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ആൾ നല്ല ആളൊക്കെ ആണെങ്കിലും ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്ന ആരോഗ്യമേഖലയെ നാണം കെടുത്തുന്നതിലേക്ക് ഈ സിറ്റുവേഷൻ കൊണ്ടുവന്ന് എത്തിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു എന്ന മെസ്സേജ് ആദ്യം കൊടുക്കുന്നു. അങ്ങനെ ആ മെസ്സേജ് കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടർ ഹാരിസിറക്കിൽ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ ഈ സർക്കാരിനെ വിമർശിക്കാനൊന്നുമല്ല ശ്രമിച്ചത്, ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും രോഗികളുടെ വേദന നേർക്കുനേരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കാര്യം നടക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ട് നടക്കാതായപ്പോൾ എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നതാണ്. അപ്പോൾ ഹാരിസിറക്കിലിൻ്റെ ഈ മാധ്യമങ്ങളിലുള്ള പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ ഇമോഷണലാണ്. സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കും. ചില മനുഷ്യർ അങ്ങനെയാണ്, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഈ വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു എമ്പതിയും ഇല്ലാതെ ഒരു ഇമോഷൻ ഇല്ലാതെ ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരും സർക്കാർ ജീവനക്കാരൊക്കെ ഉണ്ട്. അതായത് പൊതുജനങ്ങളുടെ പ്രശ്നം മുമ്പിൽ വരുമ്പോൾ ഒട്ടും എമ്പത്തറ്റിക്കലാവാതെ ഒരു ഇമോഷനും അതിൽ കൊടുക്കാതെ ചട്ടപ്പടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല. അവർ കൃത്യമായി ശമ്പളമാകുന്നു, അവർ കൃത്യമായി പ്രൊമോഷൻ ഉണ്ടാവും, അവർ കൃത്യമായി പെൻഷൻ വാങ്ങാൻ കഴിയും. അതായത് റിപ്പോർട്ട് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും കോളങ്ങളിലും ടിക്ക് എഴുതാൻ പാകത്തിന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് വീട്ടിൽ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയല്ലാത്ത ആളുകളാണ് ഈ വിളിച്ചു പറയുന്നത്. വിസിൽ ബ്ലോവേഴ്സ് ആവുന്നത് അവർക്കത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ വിളിച്ചു പറയുന്നതാണ്. ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കാനൊന്നും അല്ല, അത് അവരുടെ ഒരു പ്രകൃതമാണ്. ഓക്കെ, ഇനി അത് ചട്ടലംഘനമാണ്, അങ്ങനെ ചെയ്യുന്നത് ചട്ടലംഘനമാണ്, ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ചട്ടലംഘനമാണെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതൊരു പ്രതികാര നടപടിയാണ്. ആ പ്രതികാര നടപടി ഡോക്ടർ ഹാരിസിറക്കിലിനോടുള്ള വൈരാഗ്യമാണ്, ഭരണകൂടത്തിൻ്റെ വൈരാഗ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മറ്റുള്ളവർക്കുള്ള താക്കീതാണ്. കാരണം അന്ന് നടന്നിട്ടുള്ള മാധ്യമ ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ വന്നിരുന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പ്രശ്നം എന്നാണ്. അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ മാത്രമല്ല പ്രശ്നം, അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, പലയിടത്തും പ്രശ്നമുണ്ട്. പക്ഷേ അവരത് തുറന്നു പറയാൻ തയ്യാറാവാത്തത് ഈ പറയുന്ന ക്ലാസ് റൂമിൽ കുട്ടി എഴുന്നേൽപ്പിച്ച് തല്ലും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ആരും അത് പറയരുത്, ഇനി മേലാൽ ഒരാളും പറയരുത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, തൊട്ടുടൻ അസംബ്ലി ഇലക്ഷൻ വരുന്നു. ഈ സമയത്ത് ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ഡോക്ടർ ഹാരിസിറക്കിനെ പോലുള്ളവർ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സർക്കാരിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെ ഭരണകൂടം പ്രത്യേകമായ PR പദ്ധതികൾ കൊണ്ടുവരുന്നൊരു സമയം കൂടിയാണിത്. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുക, സർക്കാരിന് അനുകൂലമായ നറേറ്റീവ് ഉണ്ടാക്കുക, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് സ്ഥാപിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രത്യേകമായി പണവും സമയവും ആൾശക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്ന് വിളിച്ചു പറയും, മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഇമേജ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് മറികടക്കാനുള്ള ശ്രമമാണിത്. അല്ലാതെ ഹാരിസിറക്കിലിനോട് പ്രത്യേകമായ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ ഇലക്ഷനിൽ ഏറ്റവും വലിയ തർക്കമായിരുന്നല്ലോ, ഭരണവിരുദ്ധ വികാരമാണോ ഉണ്ടായത്, ജനങ്ങൾ സർക്കാരിനെതിരെ വിധി എഴുതുകയാണെന്ന് തുടങ്ങിയ തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സർക്കാർ, അതും 2 ടേം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില നടപടികളിൽ പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ സംയമനത്തോടെ കേൾക്കുകയും അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും എന്ന് പറയുകയും ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ വികാരം വിക്ഷുബ്ധരായിട്ട് നിൽക്കുകയല്ല. ചില പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതി, അത് പരിഹരിക്കുക പോലും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ തന്നെ തീരുന്നൊരു പ്രശ്നത്തെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ ഉമ്മാക്കിയാട്ടി പേടിപ്പിക്കുക, ആ വിളിച്ചു പറയുന്ന ആളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുക, അയാൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഹാരിസിറക്കിലിനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അറിയുന്നവരില്ല, വളരെ കുറച്ച് ആൾക്കാരെ അറിയുന്നുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹം എന്താണ്? കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇനി എന്ത് പറയുന്നോ, അദ്ദേഹത്തിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നോ അതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നയമെന്നാണ് തോന്നുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക.